വുളുവിന് മുമ്പ് ബിസ്മി ചൊല്ലൽ സുന്നത്താണല്ലോ. പലപ്പോഴും നമ്മൾ അത് വിട്ടുപോകുന്നു, അല്ലെങ്കിൽ അശ്രദ്ധയിൽ പ്രാധാന്യം ഉൾക്കൊള്ളാതെ യാന്ത്രികമായി നിർവഹിക്കുന്നു. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു തന്റെ കിതാബിൽ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ചെയ്ത ഒരു കരാറാണ് ശരിക്കും ഈ ഒരു ബിസ്മി എന്നുള്ളത്. ലിഅന്ന കുല്ല ഷൈഇൻ ലാ യുദ്കറു ഇസ്മുല്ലാഹി അലൈഹി ഫഹുവ കൽമൈത. ഇസ്മുല്ല പറയാതെ, ബിസ്മില്ല പറയാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ചത്തതിന് സമാനമാണ്. ആ കാര്യങ്ങൾക്ക് ജീവൻ ഉണ്ടാകൂല, അതിനൊരു പ്രാണൻ ഉണ്ടാകൂല, ചൈതന്യം ഉണ്ടാകൂല. അമാ ശുരിയത്തി ത്വഹാറത്തു ബിൽമാ ഇല്ല ദിനുഹിയ സത്ഹൽ ബദൻ. ശരീരത്തിന്റെ ബാഹ്യഭാഗം അതിനൊരു ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധമായ വുളുവും കുളിയും നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അബഅദ അൻ മാ തൗളഉ ഫബിൽ മആസി വഅക്ലി ശഹവാത് തറാക്കുമുൽ ഗഫലാത്ത്. ശരീരം, അതിന്റെ അവയവങ്ങൾ സ്വാഭാവികമായും നമ്മൾ ഒരുപാട് അശ്രദ്ധകൾ നിർവഹിക്കുമ്പോൾ, അശ്രദ്ധകളോട് ജീവിക്കുമ്പോൾ, ഒരുപാട് ഷഹവാത്തുകൾ നമ്മളിങ്ങനെ തിന്നുമ്പോൾ, ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ ആ ശരീരത്തിന്റെ ഭാഗങ്ങൾക്ക് അതിന്റെ ആന്തരികമായ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. അതിനൊരു തരം ളുഉഫ്, ഒരു തരം ക്ഷയം, അതിനൊരു ക്ഷീണം, ഒരു ബലഹീനത, ദൗർബല്യം വരുന്നുണ്ട്. വുളു എടുക്കുമ്പോൾ, കുളിക്കുമ്പോൾ നമ്മൾ ആ വെള്ളത്തോടുകൂടെ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ അള്ളാഹ് എന്ന ഇസ്മിന്റെ ആ ആന്തരികമായ പ്രകാശ ശക്തി കൊണ്ട് ഹസ്സല ലഹു തമാമുൽ ഹയാത്ത്, അവന് സമ്പൂർണമായ ചൈതന്യം ലഭിക്കും. അബിദിക്രി ഇസ്മില്ല, ഇസ്മുല്ല അവൻ പറയുമ്പോൾ, അള്ളാഹ് എന്നവൻ പറയുമ്പോൾ, യത്ഹുറുൽ ബാത്തിൻ, അവന്റെ ഉള്ളു ശുദ്ധിയാകും. വൽമാഉ യുതഹിറുൽ ലാഹിർ, ഈ വെള്ളം അവന്റെ ബാഹ്യഭാഗത്തെയും ശുദ്ധിയാക്കും. ഗാലിബുൻ നാസി യഖൂലൂൻ, എന്നിട്ട് അദ്ദേഹം പറയുന്നത് പലപ്പോഴും നമ്മുടെ ഒരു അവസ്ഥയെ പറ്റിയിട്ടാണ്. അധികം ആൾക്കാരും പറയുന്നത്, അത് ഈ സുന്ന, ഇത് വുളുവിന്റെ ഒരു സുന്നത്തല്ലേ, ചെറിയൊരു സുന്നത്തല്ലേ, ഇതില്ലെങ്കിലും വുളു ശരിയാകുമെന്നല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത്. വലാ യഅരിഫൂന മാ ദകർന മിൻ സിർരിഹ, പക്ഷേ നേരത്തെ പറഞ്ഞ ഒരു സിറുണ്ടല്ലോ, രഹസ്യമുണ്ടല്ലോ വുളുവിൻ ബിസ്മി പറയുന്നതിന്റെ, അത് പലരും മനസ്സിലാക്കുന്നില്ല. ഒരു ഹദീസിലുണ്ട്, ലാ വുളുഅ ലിമൻ ലം യദ്കുർ ഇസ്മല്ലാഹി അലൈഹി. വുളു എടുക്കുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ അവന് വുളു ഇല്ലാത്തതുപോലെയാണ്. ഈ ഹദീസ് ഇമാം അഹ്മദ്, അബൂ ദാവൂദ്, ഇബ്നു മാജ, ഹാക്കിം റഹിമഹുമുല്ലാഹ് അവരൊക്കെ റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു, ഇമാം നഖഈ, ഇസ്ഹാഖ് ഇബ്നു റഹാവി, ഇങ്ങനെയുള്ള വലിയ പണ്ഡിതന്മാര്, മുജ്തഹിദുകളൊക്കെ ബിസ്മി നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഒരാൾ ആ ബിസ്മി ചൊല്ലുന്നത് ഒഴിവാക്കിയാൽ നിർബന്ധമായും വുളു മടക്കണമെന്ന് വരെ അവർ പറഞ്ഞിട്ടുണ്ട്. അഹ്മദ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ആ ബിസ്മിയുടെ ഒരു പ്രാധാന്യമാണ്. ഇമാം അലിയുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സമ്മുല്ലാഹ തആല അലാ കുല്ലി ഹർകത്തിൻ വസുകൂൻ, നമ്മുടെ എല്ലാ അടക്കത്തിലും അനക്കത്തിലും പ്രവർത്തനത്തിലും നമ്മൾ ബിസ്മില്ല എന്ന് ചൊല്ലണം. എങ്കിൽ യുബാറക് ലക്കും ഫിഹാ, നമുക്ക് അവിടെ വല്ലാത്തൊരു ബർക്കത്ത് ലഭിക്കും. ശരിക്കും നമ്മുടെ അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു തന്നെ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്ത് അതിന്റെ കൂടെ ബിസ്മികൾ ചൊല്ലി പറഞ്ഞ ദിക്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു അള്ളാഹുമായിട്ടുള്ള ഹൃദയപരമായ ഒരു ഹുളൂർ, ഒരു മാനസികമായ ഒരു സാന്നിധ്യം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്.